യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് മാറ്റം വരുന്നത്? ആദ്യം ആന്തരിക അവയവങ്ങളിൽ അതിന് സ്റ്റിമുലേഷൻ സംഭവിക്കും, അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കും. ഏത് രീതിയിലാണോ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലേക്ക് അതിനെ മാറ്റും. ഇതാണ് യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ, അതായത് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതിന് ഫലങ്ങളുണ്ട്. ഇത് സ്റ്റോർ ചെയ്ത് നമ്മൾ ഓർമ്മകളായിട്ട് വയ്ക്കും. അപ്പോൾ ഈ ഓർമ്മകൾ വീണ്ടും ഇറങ്ങി വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു നിർദ്ദേശം തരും. ഇതാണ് സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ വെക്കേണ്ടത്, ഏതവസ്ഥയിലാണ്, ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നമ്മൾ എങ്ങനെ ജീവിച്ചിരിക്കണം, നമ്മുടെ മനസ്സിനെ ഏത് തരത്തിൽ വെക്കണം എന്ന് നമ്മൾ പഠിക്കുന്നതാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യോഗാസനങ്ങളും മെഡിറ്റേഷനും പരിശീലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന വലിയൊരു സാധ്യതയാണ് യോഗശാസ്ത്രം പറയുന്നത്.